നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL ഒരാഴ്ചത്തേക്കാണല്ലോ നിർത്തിവെച്ചതായിട്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് BCCIയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി എത്ര കളികൾ ബാക്കിയുണ്ട്, എന്താണ് BCCIയുടെ പ്ലാന്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നമുക്ക് ലഭ്യമായ സോഴ്സുകൾ വെച്ച് കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ IPL 2025 suspended. The remainder of ongoing IPL 2025 suspended with immediate effect for 1 week എന്നാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞാൽ മത്സരങ്ങൾ പുനരാരംഭിക്കുമോ? അതാണ് ആദ്യത്തെ ചോദ്യം. അതിനുള്ള ഉത്തരം ഇപ്പോൾ ഒരാഴ്ച എന്ന് പറഞ്ഞാലും ആ സമയത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ട് മാത്രമേ അടുത്ത ഷെഡ്യൂൾ പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചും ഇപ്പോൾ BCCIയുടെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ദേവജിത്ത് സൈക്കിയ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ESPN ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹം പറയുന്നത്, ഫർദർ അപ്ഡേറ്റ്സ് റിഗാർഡിംഗ് ദി ന്യൂ ഷെഡ്യൂൾ ആൻഡ് വെന്യൂസ് ഓഫ് ദി ടൂർണമെൻറ്റ് വിൽ ബി അനൗൺസ്ഡ് ഇൻ ഡ്യൂ കോഴ്സ് ആഫ്റ്റർ കോംപ്രഹെൻസീവ് അസസ്മെൻറ്റ് ഓഫ് ദി സിറ്റുവേഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് റിലവൻറ്റ് അതോറിറ്റീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഒരാഴ്ച കഴിഞ്ഞാൽ കളി ആരംഭിക്കുമെന്നുള്ള ചോദ്യത്തിന് കൂടുതൽ അപ്ഡേറ്റുകൾ കൃത്യമായിട്ടുള്ള, വളരെ തറോ ആയിട്ടുള്ള, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അസസ്മെൻറ്റ് നടത്തും അപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച്. അത് റിലവൻ്റ് അതോറിറ്റീസുമായിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷമാണ് IPLലെ ബാക്കി മത്സരങ്ങളുടെ ഷെഡ്യൂളും അതുപോലെ വെന്യൂസും ഏതൊക്കെ സ്ഥലങ്ങളിൽ വെച്ച് കളി നടക്കും എന്നുള്ളത് പ്രഖ്യാപിക്കുക. അപ്പോൾ അതാണ് BCCIയുടെ പ്ലാന്. ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ഒഫീഷ്യലി പറയുമ്പോഴും അതിനുശേഷം കളി ആരംഭിക്കുമോ എന്നുള്ളത് ആ സമയത്തെ സ്ഥിതിവിശേഷങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും. തൽക്കാലം ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഈ ഒരാഴ്ച IPL മത്സരങ്ങളില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ തീരുമാനം വന്നിരിക്കുന്നത് IPL ഗവേണിംഗ് കൗൺസിലിൻ്റെ ആ ഒരു മീറ്റിങ്ങിന് ശേഷമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള 1-2 ചോദ്യങ്ങളുണ്ട്. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് മത്സരങ്ങൾ നടത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ എപ്പോഴാണ് കളി നടത്താൻ സാധ്യതയുള്ളത്? അതുപോലെ തന്നെ ഇനി എത്ര മത്സരങ്ങൾ ബാക്കിയുണ്ട്? അപ്പോൾ അത് നോക്കുമ്പോൾ കറൻറ്റ്ലി 58 മത്സരങ്ങളാണ് IPL നടന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ അബാൻഡൻ ചെയ്ത ആ മത്സരമടക്കം 58 മത്സരങ്ങളാണ് നടന്നത്. ഇനി 12 മത്സരങ്ങളാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ ബാക്കിയുള്ളത്. വളരെ കുറച്ച് മത്സരങ്ങൾ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളൂ. 12 മത്സരങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്ലേ ഓഫ് മത്സരങ്ങൾ, 2 എലിമിനേറ്ററും 1 ക്വാളിഫയർ മത്സരവും അതുപോലെ പിന്നീട് നമ്മുടെ ഫൈനൽ മത്സരവും അടക്കമുള്ള മത്സരങ്ങളാണ് പിന്നെ ബാക്കിയുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വരുന്നത്, മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ റീസ്റ്റാർട്ട് ചെയ്യാൻ ഈ ഒരാഴ്ചയ്ക്ക് ശേഷം പറ്റിയില്ലെങ്കിലോ പിന്നെ എപ്പോൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിലവിൽ ജൂൺ മാസത്തിൽ ഇന്ത്യക്ക് ഇംഗ്ലണ്ടുമായിട്ട് 5 ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കാൻ പോകേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴുള്ള ഒരു സമയത്ത് ഉള്ള വിൻഡോസ് ആയിരിക്കും പിന്നീട് പരിഗണിക്കുക എന്നാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയും ESPN ക്രിക്കറ്റ് ഇൻഫോയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന നിലവിൽ ഇന്ത്യക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ബൈലാറ്ററൽ സീരീസ് സെപ്റ്റംബറിലില്ല, പക്ഷേ ഓഗസ്റ്റിൽ ബംഗ്ലാദേശുമായിട്ട് മത്സരങ്ങളുണ്ട്. ആ മത്സരങ്ങൾക്ക് ഇന്ത്യ പങ്കെടുക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നു. അതുപോലെ തന്നെ ഏഷ്യ കപ്പ് മത്സരം ഈ വർഷം നടന്നേക്കില്ല എന്ന റിപ്പോർട്ടും വരുന്നു. അങ്ങനെയെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വിൻഡോ ഉപയോഗപ്പെടുത്തി മത്സരങ്ങൾ നടത്തിയേക്കും എന്നാണ് നിലവിൽ ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അതിലൊക്കെ ഇനി ഭാവിയിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരണം എങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതി ഇതാണ് എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഒരാഴ്ചയ്ക്ക് എന്തായാലും മത്സരങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പിന്നീട് പുനരാരംഭിക്കുമോ എന്നുള്ളത് കൃത്യമായിട്ടുള്ള അസസ്മെൻറ്റിന് ശേഷം BCCI അറിയിക്കുന്നതായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.